നിയുക്ത ഗവർണർ കേരളത്തിലേക്ക്. ആ ദൃശ്യങ്ങൾ കാണാം. ചേട്ടാ ചേട്ടാ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. RB സനോപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സനോപ്, നേരത്തെ മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഗവർണറെ സ്വീകരിക്കാൻ പോകേണ്ടതുണ്ട് എന്ന്. അത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ എത്തി സ്വീകരിച്ചിട്ടുണ്ടോ? സമഗ്രമായി എന്തൊക്കെയാണ് കാര്യങ്ങൾ? മുൻ ഗവർണർക്ക് യാത്രയപ്പ് നൽകിയില്ലെങ്കിലും നിയുക്ത ഗവർണറായിട്ട് എത്തുന്ന പുതിയ ഗവർണർക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വൃന്ദങ്ങളും എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരണം നൽകിയ ശേഷം നിയുക്ത ഗവർണർ ആർലേക്കർ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നാളെ രാവിലെ 10:30 അദ്ദേഹം ചുമതലയേൽക്കുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് അദ്ദേഹം ചുമതല ഏൽക്കും. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ഗവർണറുമായിട്ടുള്ള സർക്കാരിന്റെ സംഘർഷങ്ങളും പിന്നീടുണ്ടായിട്ടുള്ള കാര്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകാൻ പോലും അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാൻ പോലും സർക്കാർ തയ്യാറാകാത്തത്. മുൻ പ്രധാനമന്ത്രി അന്തരിച്ചതിന്റെ കാരണം കൊണ്ടാണ് സ്വീകരണം യാത്രയപ്പ് നൽകാത്തതെന്നുള്ളതൊക്കെയുള്ള വിശദീകരണം നൽകുമെങ്കിൽ പോലും ഈ അവസാന ഘട്ടത്തിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നതിലാണ് മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി എയർപോർട്ടിൽ പോകാത്തത്. പകരം ചീഫ് സെക്രട്ടറിയൊക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിയുക്ത ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സനൂപ്, ഈ കഴിഞ്ഞ 5 വർഷം മുഖ്യമന്ത്രി ഗവർണർ പോരായിരുന്നു കണ്ടത്. ഇന്നിപ്പോൾ ഗവർണർ കേരളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഗോവ ഗവർണറും മലയാളിയുമായ ശ്രീധരൻ പിള്ളയുമായ ഒരു ചർച്ചയൊക്കെ നടത്തി. അതിനുശേഷം ആർലേക്കറിന്റെ പ്രതികരണം വന്നത് സർക്കാരിനെ സഹായിക്കാനാണ് ഞാൻ പോകുന്നത് എന്നാണ്. അത്തരത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുന്നു. എല്ലാം ശുഭപ്രതീക്ഷ അല്ലേ? അദ്ദേഹം ഗോവ സ്വദേശി കൂടിയാണ്, പുതിയ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അതുകൊണ്ട് തന്നെയാണ് ഗോവ ഗവർണർ PS എത്തുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, മലയാളി കൂടി ആയതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ കൂടി കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം കേരളത്തിലേക്ക് എത്താം എന്ന് അദ്ദേഹം ഒരുപക്ഷെ തീരുമാനമെടുത്തത്. രാവിലെയാണ് അദ്ദേഹം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി രാജ്ഭവനിലെത്തി സന്ദർശനമൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോൾ 5 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം എത്തിയത്. മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നുള്ളൊരു വാചകം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഒരു സംഘർഷത്തിലേക്കൊന്നും പോകില്ല. കാരണം അദ്ദേഹം RSSുമായിട്ടൊക്കെ അടുത്ത ബന്ധം ഉള്ള മുൻ മന്ത്രിയൊക്കെ കൂടിയായിരുന്നു, സ്പീക്കറൊക്കെ ആയിരുന്നു, വ്യക്തി കൂടിയായിരുന്നു ഗോവയിൽ. അതുകൊണ്ട് തന്നെ ഈ RSS കേന്ദ്രവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു തുടക്കത്തിലെ ഒരു സംഘർഷത്തിലേക്കോ സർക്കാരുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിലേക്കോ തുടക്കത്തിൽ എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം തന്നെയാണ് സർക്കാരുമായിട്ട് ഇടയേണ്ടി വന്നത്. അത് പക്ഷേ ഏറ്റവും അവസാനം ഈ ഒരു യാത്രയപ്പ് പോലും നൽകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. യാത്രയപ്പിൽ മുഖ്യമന്ത്രി പോലും പങ്കെടുക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നിയുക്ത ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തുമ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് സ്വീകരിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത്. ശരി, RB സനൂപാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.